സന്തോഷം. വലിയ ചെറിയ മത്സരം എല്ലാ പോസ്റ്റിലേക്കും ഉണ്ടായിരുന്നു. സ്ത്രീകൾ കുറേ പേർ ഈ പോസ്റ്റിലേക്ക് 8 പേര് വിജയിച്ചു. ഒരു മാറ്റം എന്നുണ്ടല്ലേ? മാറ്റം ലോകത്ത് നടക്കണ മാറ്റം അമ്മയിലും വന്നു. അത്രയേ ഉള്ളൂ. സന്തോഷത്തോടെ കാണുന്നു. സന്തോഷം. ഒരു തുടക്കമല്ലേ. ഞങ്ങൾക്ക് സമയം തരൂ. ഞങ്ങളൊരു 3 വർഷം ഞങ്ങൾ ശ്രമിക്കട്ടെ, കൂടെ നിൽക്കുക. ഓക്കെ. വലിയ ആരോപണങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. 32 വർഷം കഴിഞ്ഞു അമ്മ വന്നിട്ട്. അമ്മയിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, അതിൽ ഒരുപാട് അഭിമാനമുണ്ട്. കാരണം വനിതകൾ ആര് വന്നു കഴിഞ്ഞാലും ആരോപണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു വനിത വരുമ്പോൾ ആരോപണങ്ങൾ അഴിച്ചു വിടുന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ആരോപണങ്ങളെയും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരിക്കുന്നത്. മലയാളികളെല്ലാവരും ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അല്ല, മത്സരം ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഇപ്പൊ 19 വോട്ടാണെങ്കിലും 1 വോട്ടാണെങ്കിലും ജയമാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, വനിതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ സംഘടനയിൽ ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിലും, അത് വനിതകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്ക് പ്രശ്നം ഉണ്ടായെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടണം. അത് ഇടപെടേണ്ടതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആരോപണങ്ങൾ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണമാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരിക്കുന്നത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്, പ്രചോദനമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ സിനിമാ സംഘടനകൾക്കും, സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും, അതിലുപരി പുറത്തുള്ള മറ്റ് സ്ത്രീകൾക്കും എല്ലാവർക്കും പ്രചോദനമാണത്. എത്രയൊക്കെ നമ്മളെപ്പറ്റി കള്ളപ്രചരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും തളരരുത്. സത്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ജയിക്കും. പുരുഷാധിപത്യം എന്നൊക്കെ നേരത്തെ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നല്ലേ, അത് മാറിയെന്ന് നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. സ്ത്രീകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഒരു പ്രതീക്ഷ അതെന്താണ്? സ്ത്രീകൾ തലപ്പത്തേക്ക് വരുന്നു, അതിലൊരു പ്രതീക്ഷയും വൻ പ്രതീക്ഷയല്ലേ. സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ രംഗങ്ങളിലും. അപ്പോൾ അമ്മ എന്നുള്ള സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരുന്നത് ആദ്യമായിട്ടാണ്. അതൊരു ചരിത്ര സംഭവമാണത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെർസ്പെക്റ്റീവിലുള്ള കുറേ മാറ്റങ്ങൾ വരും. ഒരു എന്താ പറയുക, സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടാവും. നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളുണ്ട്, ജെൻസുണ്ട് അതിൽ. പക്ഷേ എങ്കിലും നേതൃത്വത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറി ആവാം. അല്ല, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഇത്രയധികം സപ്പോർട്ടോടുകൂടെ ആ കാൻഡിഡേറ്റ് ജയിക്കില്ലല്ലോ. ആരോപണങ്ങൾ അധികം നിങ്ങളുമായിട്ട് ആൾക്കാർ, മീഡിയക്കാർ, നിങ്ങളെന്നല്ല പറയുന്നത്, പൊതുവേ പറയുകയാണ്, ചില മീഡിയ ഉണ്ടാക്കുന്നതാണ്. അതിന് നിലനിൽപ്പില്ലല്ലോ. ജനം ഇതൊക്കെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ് ജനങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് വ്യാജ ആരോപണങ്ങൾ വന്നാലും അതിനെ ജനങ്ങൾ തന്നെ തിരസ്കരിക്കും. അതാണ് ഇതൊന്ന് മനസ്സിലായത്. ശ്വേതയ്ക്കെതിരെ ഒരു മാർട്ടിൻ മോനാച്ചേരിയോ അങ്ങനെ ഏതൊരു മനുഷ്യൻ കൊടുത്തൊരു പരാതിയാണ്. അതിന് തന്നെ കേസെടുത്തതിന് ഹൈക്കോടതി ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ഒന്ന് താക്കീതല്ല, വിരട്ടുക, അല്ലെങ്കിൽ വിമർശനത്തോട് കണ്ടിട്ടുണ്ട്. അതിനർത്ഥം അതിൽ കഴമ്പില്ല എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡിനെ കുറിച്ചിട്ട് ഇപ്പം എനിക്ക് പറയാൻ ഇല്ല. കാരണം ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുന്നതാണ്. അത് ഒരു തെറ്റിദ്ധാരണയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും വഴിമാറിപ്പോയോ എന്താണെന്നുള്ള കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അത് അമ്മയുടെ ഉള്ളിൽ മാത്രം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
കാരണം ഇതിനെ ബാധിക്കുന്നതും അമ്മയുടെ അംഗങ്ങൾക്കാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത്, ഇത് ചോദ്യം ചെയ്തതും അമ്മയുടെ അംഗങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് തീർക്കും. ഞാൻ പറഞ്ഞു, ഇതൊരു കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നില്ല അത് പുറത്തെ ആൾക്കാർ അത് ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇടയിൽ അത് പ്രശ്നമല്ല. നമ്മളൊരു ഫോട്ടോ കാണുമ്പോഴും വനിതകളുടെ ഒരു പ്രാതിനിധ്യം അതിലറിയാം. അപ്പം അത് സത്യം പറഞ്ഞാൽ ഈ സംഘടനയ്ക്ക് ഒരുപാട് ഒരു പുതിയ തലത്തിലേക്ക് സംഘടനയെ വളർത്തുകയും മറ്റ് സംഘടനകൾക്ക് അതൊരു പ്രചോദനമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ തരത്തിൽ വനിതകൾ വരിക, അതിൻ്റെ ഒരു കൂട്ടായ്മയിൽ നല്ലൊരു വിജയം ഉണ്ടാവുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. സോ അതിന് ആ ടീമിൻ്റെ കൂടെ 100% സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ചുമതല. അത് 100% അവരുടെ കൂടെ ഉണ്ടാവും. അല്ല, രസമാണ്. കാരണം ഒരു രസകരമായ ഭാഷയാണ്. വാർത്തകൾ പലതും പ്രശ്നങ്ങൾ വരുന്നെങ്കിലും പക്ഷേ അതിലൊരു നല്ല റിസൾട്ട് ഉണ്ടായപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് വനിതാ നേതൃത്വം വരണം. അത് വരുമ്പോൾ എന്താ എന്നുള്ളത്, അത് ശ്വേത ചേച്ചിയും അല്ലെങ്കിൽ കുക്കു ചേച്ചി പോലുള്ളവർ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഒരു പവർ അതിനുണ്ടാവാം. അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ടീമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും. സോ ഹോപ്പ്ഫുള്ളി ഒരു നല്ല കമ്മിറ്റി ആയിട്ട് വരാൻ ഉള്ള എല്ലാ ഗുണങ്ങളും ഉള്ള കമ്മിറ്റിയാണ്. ഇതിൽ ആദ്യമേ വളരെയധികം സന്തോഷവും നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്മ നന്നായി വരട്ടെ. പണ്ട് ഉള്ളവർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പിന്തുണച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ചോദ്യം, അമ്മയുടെ പ്രസിഡൻ്റായി ഒരു വനിത ആ സ്ഥാനം ഏൽക്കുകയാണ്. ജനറൽ സെക്രട്ടറിയായും ഒരു വനിത വരികയാണ്. വൈസ് പ്രസിഡൻ്റായും ഒരു വനിത വരികയാണ്. അതിലപ്പുറം 4 പേർ. ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വനിതാ സംവരണം ഉണ്ടാക്കിയത്. അതിൽ 5 പേർ മത്സരിച്ചു, 4 പേർ. അപ്പോൾ ആലോചിച്ച് നോക്കും, 4 2 6 1 7 പേര് അല്ലേ? 7 പേർ അമ്മയുടെ നേതൃത്വ നിരയിലേക്ക് വരികയാണ്. അത് വലിയ സന്തോഷത്തോടു കൂടി, വലിയ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ആശയം അമ്മയുടെ ഈ മുതിർന്ന വളരെ സീനിയറായിട്ടുള്ള അഭിനേതാക്കൾക്കും അമ്മയുടെ അംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വലിയ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. എന്തായാലും വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ഒരു ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് അത് പക്ഷേ വളരെ ആരോഗ്യകരമായ മത്സരമായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ അതിൽ വളരെ ഇൻവോൾവ് ചെയ്ത ഒരാളാണ്. ഒരു തരത്തിലും പുറത്ത് കാണുന്ന പോലെ തന്നെ അത് ചെറിയ ചെറിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അല്ലാതെ അകത്ത് എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ്. കാരണം അമ്മ എന്ന് പറയുന്നത് 506 അംഗങ്ങളുള്ളൊരു സംഘടനയാണ്. ഈ 506 പേരിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ 506 പേർക്കൊന്നും നിരന്തരം സിനിമകൾ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഈ അമ്മ അസോസിയേഷൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് അവരുടെ ക്ഷേമം എങ്ങനെ, അപ്പോൾ നിങ്ങളടക്കം അത് മനസ്സിലാക്കണം. കാരണം ഇതിലുള്ള എല്ലാവരും എല്ലാ ദിവസവും സിനിമ ചെയ്ത് നല്ല നിലയിൽ കഴിയുന്നവരല്ല. അപ്പോൾ അവരുടെ കൂടുതൽ ക്ഷേമവും അതിലപ്പുറം അമ്മ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും അതൊക്കെയാണ് ഞങ്ങൾ ആലോചിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ മീറ്റിംഗ് അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങൾ നല്ല വാർത്തകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്കുണ്ടാകും. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.